ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമുക്ക് ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഒരു മാർപ്പാപ്പയെ നൽകാനായി ദൈവം തിരഞ്ഞെടുത്ത ദിവസത്തിൻ്റെ വലിയ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് പറയും, എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും, അവർ നിങ്ങളെ നയിക്കുമെന്ന്. കർത്താവെ, അവിടുന്ന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഇടയനെ ആഗോള കത്തോലിക്ക സഭയ്ക്ക് നൽകണമേ എന്ന് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ ജപമാലകളും കുർബാന അർപ്പണങ്ങളെല്ലാം ഇന്ന് ആ നിയോഗം പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രത്യേകമായിട്ട് ഇന്ന് രാത്രി UK സമയം 9 മണി തൊട്ട് രാത്രി 12 മണി വരെ നമ്മൾ പരിശുദ്ധ ജപമാലയും ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ചെയ്ത് GCSE സ്റ്റുഡൻസിന് വേണ്ടിയും എക്സാമിന് പ്രിപ്പയർ ആയി ചെയ്യുന്ന എല്ലാ മക്കൾക്കും വേണ്ടി, റിസൾട്ട് കാത്തിരിക്കുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണ്. ഞാൻ അതിൻ്റെ സൂം ലിങ്ക് ഇതിൻ്റെ അടിയിൽ ഇട്ടേക്കാം. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യുക. നമ്മുടെ കർത്താവിൻ്റെ ഒരു വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 42-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനം ഇതാണ്: ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം, എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സുദൃഢമായ ഒരു വചനം പ്രവാചകനിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം. കർത്താവ് എന്നുള്ള തൻ്റെ നാമത്തെ അവിടുന്ന് വിളിച്ചു പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും കൊടുക്കുകയില്ല, കൊത്തു വിഗ്രഹങ്ങൾക്ക് ഞാൻ